കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പി ജയരാജന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമെന്ന ആരോപണം കണ്ണൂർ ജില്ലാ നേതൃത്വം നിഷേധിക്കുന്നു. പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ അപവാദം പ്രചരിപ്പിക്കുന്നു എന്നാണ് കണ്ണൂരിലെ CPIM ജില്ലാ കമ്മിറ്റി പറയുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അടുത്ത കാലത്ത് കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. പാർട്ടിക്ക് വല്ലാത്ത രീതിയിൽ ചൂളിപ്പോകാൻ സാധ്യതയുള്ള സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള ആരോപണങ്ങളാണ് മനു തോമസിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. സജോ ദേവസ്യ ജില്ലാ കമ്മിറ്റി മറുപടി പറയും എന്ന് എം ഇ ഗോവിന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പ്രതികരണങ്ങൾ വന്നത്? പറയൂ. SKN സംസ്ഥാന സമിതി അംഗം പി ജയരാജനെതിരെ പാർട്ടി വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. ഇതുവരെ CPIM നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. ഇന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അല്പസമയം മുൻപ് പുറത്തിറക്കിയത്. അതിൽ മനു തോമസിന്റെ ആരോപണങ്ങളെ പാർട്ടി തള്ളിക്കളയുകയാണ്. സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPIM എന്നാണ് പ്രസ്താവനയിലൂടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങൾ തുടർച്ചയായി അപവാദ പ്രചരണം നടത്തുകയാണ്. ഇത് അടിസ്ഥാനരഹിതവും അപലപനീയവുമാണ്. പി ജയരാജനും M ഷാജനും കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. മനു തോമസിന്റെ വാദങ്ങൾ തെറ്റായ പ്രചാരവേലയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ കൊട്ടേഷൻ സംഘത്തിലെ ചിലർ ഭീഷണിയും മറ്റും നടത്തിയിരുന്നു മനു തോമസിനെതിരെ. ആ കാര്യം പരാമർശിച്ചുകൊണ്ട് അതിനെ അപലപിക്കുന്നു. അത് പ്രതിഷേധാർഹമാണ്. അങ്ങനെയുള്ള സൈബർ കൊട്ടേഷൻ സംഘങ്ങളെയോ പ്രതികളെയോ സ്വർണ്ണക്കടത്ത് കൊലക്കേസ് പ്രതികളെയോ ഒന്നും പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടിയുടെ വക്താക്കളാകാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിനെ പാർട്ടി ഈ പ്രസ്താവനയിലൂടെ അപലപിക്കുന്നുണ്ട്. CPIMന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ചില കേന്ദ്രങ്ങൾ വഴി നടത്തുന്നത്. അതിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആരും കുടുങ്ങിപ്പോകരുത്, ജനങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി പറയുന്നു. പി ജയരാജനെയും M ഷാജറിനെയും സംരക്ഷിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അവർക്കെതിരായ വിമർശനങ്ങളെ തള്ളിക്കളയുന്നതോടൊപ്പം ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയും ചിലർ ഉന്നയിച്ച, അതായത് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചില സ്വർണ്ണക്കടത്ത് കൊലക്കേസ് പ്രതികളൊക്കെ നടത്തിയിട്ടുള്ള ഭീഷണികളെ അപലപിക്കാൻ കൂടി ഈ പ്രസ്താവനയിൽ CPIM സമയം കണ്ടെത്തുന്നുണ്ട്, ഇടം കണ്ടെത്തുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതായത് ഈ മൗനം ഒടുവിൽ പ്രസ്താവനയിലൂടെ ഭജിക്കുന്നു CPIM. ഇതുവരെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ആ മൗനം തന്നെ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിരുന്നു. അതിന് പിന്നാലെയാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നത്. പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇതുവരെയുള്ള മൗനം തുടർന്നിരുന്ന മൗനം അവസാനിപ്പിച്ച് ഈ വിഷയത്തിൽ പി ജയരാജനെ സംരക്ഷിക്കുന്ന നിലപാട് ജില്ലാ നേതൃത്വം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസി. എന്തായാലും വരും ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ഈ പ്രശ്നം ഗൗരവമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വഴി ഏറ്റവും സത്യസന്ധത നിറഞ്ഞതായിരിക്കണം എന്നുള്ളതിൽ നിന്ന് നേതാക്കന്മാർ വഴുതി മാറുന്നു എന്ന രീതിയിലുള്ള സൂചനയാണ് ഈ മനുവിൻ്റെ പ്രസ്താവനകളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം കൂടുതൽ ചൂടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്.